ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:38 അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിന് സമീപമായി ഉണ്ടായ അതിദാരുണമായ വിമാന ദുരന്തം നമ്മുടെ നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. 242 പേരായിരുന്നു ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 230 യാത്രക്കാരും 10 ക്യാബിൻ ക്രൂ അംഗങ്ങളും ഒരു പൈലറ്റും ഒരു സഹ പൈലറ്റും ഉൾപ്പെടെ 242 പേർ. മലയാളിയായ രഞ്ജിത ഉൾപ്പെടെ ഉള്ളവർ അവരുടെ സകല പ്രതീക്ഷകളും ഇല്ലാതാക്കിക്കൊണ്ട് ആ വിമാന ദുരന്തം ഇപ്പോൾ കടന്നുപോയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് ധാരാളം ദുരന്തങ്ങൾ തേടിയെത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ കപ്പലപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ വിമാന ദുരന്തം, അത് വലിയ അപകടങ്ങൾ, ഒരുപക്ഷെ ജീവനെടുത്ത അപകടമായി മാറിയില്ല എങ്കിലും നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഭീതിയിലായിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ മറ്റൊരു വിമാന അപകടം കൂടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പല തരത്തിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായിട്ടുണ്ട്. എങ്കിൽ ഈ വിമാന ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ അറിവൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതിനൊരുപക്ഷെ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതായി വരും. എഞ്ചിൻ തകരാറാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ സൂചനകളൊന്നും തന്നെയില്ല. അതൊരുപക്ഷെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഒക്കെ കണ്ടെടുക്കുകയും അതുപോലെ തന്നെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ അന്വേഷണമൊക്കെ നടത്തിയതിനു ശേഷം മാത്രമേ അതിന്റെ കൃത്യമായ വിവരം പുറത്തേക്ക് നൽകാനാവൂ. ഈ വിമാനം അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന്, സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് ഏതാണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെയാണ് തകർന്നു വീഴുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് 632-650 അടി ലെവലിലേക്ക് എത്തിയപ്പോഴേക്കും വിമാനം തകർന്നു വീഴുകയായിരുന്നുവെന്നും പൈലറ്റ് ഇത് സംബന്ധിച്ച് സന്ദേശം കൺട്രോൾ റൂമിലേക്ക് നൽകിയിരുന്നു, അതായത് മെയ്ഡേ സന്ദേശം അയച്ചിരുന്നു എന്നുള്ള വാർത്തകളുമാണ് വരുന്നത്. മെയ്ഡേ സന്ദേശം സാധാരണ പൈലറ്റുമാർ അയക്കുന്നത് തങ്ങളുടെ വിമാനത്തിൽ തങ്ങൾക്ക് ജീവൻ അപകടം സംഭവിക്കുന്നു, വിമാനത്തിന് അത്ര വലിയൊരു ദുരന്തത്തിലേക്ക് പോകുന്നു, മുഴുവൻ മറ്റുള്ള കാര്യങ്ങളും നിർത്തിവെച്ച് അടിയന്തരമായ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് അറിയിക്കുന്ന സന്ദേശമാണ്, അതിനെ സൂചിപ്പിക്കുന്ന സന്ദേശമാണ് ക്യാപ്റ്റൻ അയക്കുന്ന മെയ്ഡേ സന്ദേശം എന്ന് പറയുന്നത്. ആ മെയ്ഡേ സന്ദേശം അവിടെ എത്തിയിരുന്നു എന്നുള്ളത് ഇന്ന് എയർ ട്രാഫിക്കിൽ ആ കൺട്രോൾ റൂമിൽ നിന്നൊക്കെ കൺഫേം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് തിരിച്ച് എയർ പൈലറ്റുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യവും കൂടി പറയുന്നുണ്ട്. ഇത് ലണ്ടനിലേക്ക് പോയ വിമാനമാണ്. അതുകൊണ്ട് ധാരാളം വിദേശ പൗരന്മാരും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഏതാണ്ട് 169 ഇന്ത്യക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 53 ബ്രിട്ടീഷ് പൗരന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ 7 പോർച്ചുഗൽ പൗരന്മാരുണ്ടായിരുന്നു, ഒരു കനേഡിയൻ പൗരനുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം കൂടി ഏതാണ്ട് 242 പേർ അടങ്ങുന്ന ഒരു ടീമായാണ് വിമാനം പോയിട്ടുള്ളത്. ലണ്ടനിലേക്ക് പോയ വിമാനമായതുകൊണ്ടും അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന ഉടനെ തന്നെയാണ് അത് നിലംപതിച്ചത് എന്നുള്ളത് കൊണ്ടും ഇത് അപകടത്തിന്റെ ആഘാതം കൂട്ടുന്നു എന്നുള്ളതാണ്. കാരണം വിമാനം പൂർണ്ണമായും അതിന്റെ ഫ്യൂവൽ ടാങ്ക് നിറച്ചുകൊണ്ടായിരിക്കും ലണ്ടനിലേക്ക് പോവുക. കാരണം കുറേയധികം ദൂരം യാത്ര ചെയ്ത് പോകേണ്ടതുകൊണ്ട്, കുറെ അധികം സമയം ഫ്ലൈ ചെയ്ത് പോകണം എന്നുള്ളതുകൊണ്ട് പൂർണ്ണമായി ഇന്ധനം നിറച്ചുകൊണ്ടായിരിക്കും ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ അപകടം സംഭവിച്ചതുകൊണ്ട്, ഇത്രയും വിമാനത്തിൽ ഇന്ധനം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും കത്തിക്കരിഞ്ഞു. അവിടെ മൃതശരീരങ്ങളൊക്കെ കത്തിക്കരിഞ്ഞു വീഴുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് അതിദാരുണമായ ഒരു വിമാന ദുരന്തമായി അത് മാറുന്നതിനുള്ള ആക്കം കൂട്ടിയത് ഒരുപക്ഷെ ഇത്രയധികം ഇന്ധനവും വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരു കാരണമായി മാറിയിട്ടുണ്ട്. എന്തായാലും ഈ ദുരന്തം നമ്മളെ ഏറെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. ചില റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. ഈ ഡ്രീം ലൈനർ എന്ന് പറയുന്ന ഈ വിമാന ദുരന്തം ഉണ്ടായ വിമാനം എന്ന് പറയുന്നത് 171 എന്ന് പറയുന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 7878 വരുന്ന ഡ്രീം ലൈനർ വിമാനമാണ്. ഈ ഡ്രീം ലൈനർ വിമാനങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ അതിൽ പ്രവർത്തിച്ചിരുന്ന ചില എഞ്ചിനീയർമാർ ഇത് ശരിയായിരുന്നില്ല എന്നും വിമാനത്തിന് അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിന്റെ നിർമ്മിതി ശരിയല്ല എന്നും പലപ്പോഴും അതിൽ അപരിഹാരമായിട്ടുള്ള, അതായത് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ കൊടുത്തതായി പലപ്പോഴും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ അപകടം നമ്മുടെ നാടിനെ നടുക്കിയിരിക്കുകയാണ്. ഇതിലേറെ വിഷമകരമായ മറ്റൊരു കാര്യം, ഇത് തകർന്നു വീഴുന്നത് ഒരു ജനവാസ മേഖലയിലാണ്. BJ മെഡിക്കൽ കോളേജിലെ ഇന്ത്യൻ സ്റ്റുഡൻസ് താമസിക്കുന്ന ഹോസ്റ്റലിൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മുറിയിലേക്കാണ് ഈ വിമാനം തകർന്നു വീഴുന്നത്.
അതുകൊണ്ട് തന്നെ 60ഓളം MBBS കഴിഞ്ഞ മെഡിക്കൽ സ്റ്റുഡൻസിന്, ഇന്റേൺഷിപ്പ് നടത്തുന്ന മെഡിക്കൽ സ്റ്റുഡൻസിന് അപകടം സംഭവിച്ചു എന്നും അവരിൽ തന്നെ 3-4-5 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള വാർത്തയും കൂടിയാണ് വരുന്നത്. അത് നമ്മളെ വളരെയധികം സങ്കടത്തിലാഴ്ത്തുന്നു എന്നുള്ളതാണ്. ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിന് ജീവൻ നഷ്ടമായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നവർക്ക്, അതൊരു വലിയ ജനവാസ മേഖലയായതുകൊണ്ട്, മേഘാനി നഗർ എന്ന് പറയുന്ന വളരെ ജനവാസ മേഖലയായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് പ്രദേശം ആയതുകൊണ്ട് തന്നെ ധാരാളം പേർക്ക് ഇത് സംബന്ധിച്ച അപകടവും പരിക്കും ഒക്കെ ഉണ്ടായതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. പല റിപ്പോർട്ടുകളും കണ്ടില്ല എന്ന് നടിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതും കേവലം ഒരു റിപ്പോർട്ടിൽ മാത്രമായി ഒതുങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ ശരിയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഡ്രീം ലൈനർ വിമാനത്തിന്റെ നിർമ്മിതിയെ സംബന്ധിച്ച് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഇത്തരത്തിലുള്ള ഉൽപാദനം നിർത്തിവെക്കണം, ഇതിന്റെ നിർമ്മാണ രീതി ശരിയല്ല, ഇതിന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ഇതുമായി ബന്ധപ്പെട്ട രൂപരേഖകളിലും ഒക്കെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ചില എഞ്ചിനീയർമാർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു മുൻപ് തന്നെ എന്നുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കാണുന്നുണ്ട്. എന്തായാലും ഈ അപകടം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന, പ്രത്യേകിച്ച് വിമാനത്തിന്റെ ഈ രൂപരേഖയുമായി ബന്ധപ്പെട്ടോ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നുള്ളൊരു സൂചന കൂടിയാണ് നൽകുന്നത്. ഇപ്പൊ ടാറ്റ ഗ്രൂപ്പ് അപകടത്തിൽ മരിച്ചവർക്ക് 1 കോടി രൂപ നൽകുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ജീവൻ നഷ്ടമായവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന, ഏറ്റവും വിഷമകരമായ കാര്യം എന്ന് പറയുന്നത്. ഈ IMA ഉൾപ്പെടെയുള്ള ഏജൻസികൾ അവരുടെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോയിങ് കമ്പനി അവരുടെ സഹായം അവർ നൽകിയിട്ടുണ്ട്. പല വിദേശ കമ്പനികളും ഒക്കെ ഇപ്പം നമ്മുടെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട ദുരന്തവുമായി ബന്ധപ്പെട്ടും ഒക്കെ സഹായഹസ്തം ഇന്ത്യക്ക് നൽകുന്നുണ്ട്. നരേന്ദ്രമോദി ഇതിനോടകം തന്നെ രാജ്യത്തിന്റെ അതീവ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് എന്നുള്ള തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അമിത്ഷാ അവിടെ എത്തി കാര്യങ്ങൾ നേരിട്ട് നോക്കുന്നു. പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഈ ദുരന്തം എന്ന് പറയുന്നത് ഒരുപക്ഷെ എല്ലാവരും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 ശേഷം എല്ലാവരും ഒരു ഉച്ചമയക്കത്തിലേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഉണ്ടായ ഒരു ദുരന്തം എന്ന് പറയുന്നത് നമ്മളേവരെയും വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിൽ എത്തിച്ചു എന്നുള്ളതാണ്. ഒരു വിമാനം റൺവേയിൽ നിന്ന് പറന്നുയരുമ്പോൾ ആദ്യമൊക്കെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണത്. ആ ഒരു നിമിഷത്തിൽ, ആ ടേക്ക് ഓഫിൽ തന്നെ ആ വിമാനം പെട്ടെന്ന് തകർന്നു വീഴുക എന്ന് പറഞ്ഞാൽ അത് അത്രയേറെ, അതൊരു പക്ഷേ അതിന്റെ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം തന്നെ ആ ഒരു വിമാനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ആരും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിമാനങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ച് അത് എത്രത്തോളം പല വിമാനങ്ങളും പഴകിയ വിമാനങ്ങളായാലും അല്ലെങ്കിൽ അതിന്റെ കാലാവധി ഉണ്ടായ വിമാനങ്ങളോ ആയാലും ഒക്കെ സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങളും കൃത്യമായ നിരീക്ഷണങ്ങളും കൃത്യമായ സുരക്ഷയും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് വിശകലനം ചെയ്യേണ്ടുന്ന, അല്ലെങ്കിൽ അത് എത്രത്തോളം പരിശോധിക്കപ്പെടുന്നുണ്ടെന്ന് വിശകലനം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ആയിരിക്കണം ഇത് കേവലമായി എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന പോലെ റിപ്പോർട്ടുകളിൽ ഒതുങ്ങാതെ ഇനി ഇത്തരം ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കുവാൻ നമ്മുടെ രാജ്യത്തിൽ എന്ത് ചെയ്യുവാൻ കഴിയണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശകലനമായിരിക്കും സർക്കാർ ഇക്കാര്യത്തിൽ നടത്തുക എന്നുള്ളതാണ് നമ്മളൊക്കെ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഡ്രീം ലൈനർ വിമാനത്തിന് സംബന്ധിച്ചിട്ടുള്ള അപകടകരമായ സാഹചര്യം എന്താണ്, അതിന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിലെ പിഴവെന്താണ്, അതിന്റെ രൂപരേഖകളിൽ എന്തൊക്കെ പിഴവുകളാണുള്ളത്, അത് ആ വിമാനം ഇനിയും നമുക്ക് യാത്രാ ആവശ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡ്രീം ലൈനർ വിമാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ, ഇങ്ങനെയുള്ള വിലയിരുത്തലുകളൊക്കെ നടത്തേണ്ടുന്ന ഒരു സാഹചര്യമാണെന്ന് ചില എഞ്ചിനീയർമാർ പറയുന്നുണ്ട്. എന്തായാലും ഈ 787 ബോയിങ് വിമാനം എന്ന് പറയുന്നത് അത് തകർന്നു വീണ ഈ ഒരു സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. മലയാളിയായ രഞ്ജിത നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ജീവിതം നഷ്ടമായി. ഒരുപക്ഷെ അവരുടെ വീട്ടിൽ നിന്നൊക്കെ, പത്തനംതിട്ടക്കാരി അവരുടെ വീട്ടുകളിൽ നിന്നൊക്കെ വരുന്ന അതിദാരുണമായി സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ നമ്മളെ വല്ലാണ്ട് പിടിച്ചുലയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്തായാലും ഈ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ ഭീതിയിലാഴ്ത്തുകയാണ്. ഇനി എന്തൊക്കെ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മളുടെ ഊഹാപോഹങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളതാണ്. പലരും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കഴിഞ്ഞ ഉടനെ തന്നെ ഇനി ഇത് അതുകൊണ്ട് എന്തെങ്കിലും ആകുമോ,
ഉണ്ടെങ്കിലും ഇതിന് പിന്നിൽ മറ്റുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങളാണ് പല ഭാഗത്തും പൊതുജനങ്ങളുടെ ഭാഗത്ത് വരുന്നത്. എന്തായാലും ഇതുവരെയും നമ്മുടെ ഇത് ഒരു എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിമാനത്തിന്റെ തന്നെ എഞ്ചിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പിഴവായിരിക്കാം, അങ്ങനെയുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഒക്കെ കണ്ടെടുത്താൽ ഒരുപക്ഷെ കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞേക്കും. എന്തായാലും സർക്കാർ ഇതുമായി അന്വേഷണവുമായി മുന്നോട്ട് പോകും. കൃത്യമായി ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തും. ഈ കാരണങ്ങളൊക്കെ കണ്ടെത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ ഇനിയുള്ള വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, ഇനിയൊരു അപകടം ഉണ്ടാകാതെ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും ഒരു വികസനത്തിലേക്ക് പോകുന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കേവലമായ പ്രസ്താവനകളിലും രാഷ്ട്രീയത്തിന്റെ സങ്കുചിതമായ താല്പര്യങ്ങളിലും ഒതുങ്ങാതെ മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്ന ഒരു രാജ്യമാണെന്ന് ഭാരതം എന്നുള്ള അന്തസ്സുള്ള വാക്കുകൾ ഇപ്പോൾ പറയുന്ന നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ദുരന്തം ഉണ്ടാകാതെ ഈ കാര്യങ്ങളെ പഠിച്ച് വിലയിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയിൽ സർക്കാരിനോടൊപ്പം ഒരു പൗരന്മാർ എന്ന നിലയിൽ നമുക്കും നിലകൊള്ളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.